കൊരിന്ത്യർ 15:19 ഞാൻ വായിക്കാം. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. മനുഷ്യർ ക്രിസ്തുവിനെ ആശ്രയിക്കുന്നത് ചില കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. എൻ്റെ മോളുടെ പ്രശ്നം, എൻ്റെ മോൻ്റെ പ്രശ്നം, എൻ്റെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, അങ്ങനെ എല്ലാ മനുഷ്യരും യേശുവിനെ സ്നേഹിക്കുന്നത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നാം ഈ ആയുസ്സിൽ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു വീഴുന്ന ദിവസം മുതൽ മരിക്കുന്ന ദിവസം വരെ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ എന്താണ് എങ്കിൽ സകല മനുഷ്യരിലും നിങ്ങൾ അരിഷ്ടരത്രേ. അരിഷ്ടരുടെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ആത്മീയ അനുഗ്രഹം പ്രാപിക്കാത്തവർ, സ്തോത്രം, അതല്ലെങ്കിൽ ആത്മീയ രോഗികൾ, അതാണ് അരിഷ്ടർ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആത്മീകമായിട്ട് അനുഗ്രഹിക്കപ്പെടാത്തൊരു കൂട്ടമുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് എന്താണ്? അരിഷ്ടർ. അങ്ങനെയെങ്കിൽ ഈ അരിഷ്ടർ ആരാണ്? പൗലോസ് പറയുകയാണ്, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന സകല മനുഷ്യരും അരിഷ്ടരാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആത്മീയ രോഗമുള്ളവരാണ്. നിങ്ങൾ വന്നത് ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ വചനം പറയുന്നു നിങ്ങൾ അരിഷ്ടരാണ്. നിങ്ങൾക്കൊരിക്കലും ആത്മീയ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തില്ല. നിങ്ങളെപ്പോഴും ആത്മീയ രോഗിയായിരിക്കും. ഇപ്പം എൻ്റെ ശരീരത്തിനൊരു രോഗമുണ്ടെങ്കിൽ എൻ്റെ ശരീരം പ്രവർത്തിക്കേണ്ടതുപോലെ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കത്തില്ല, എപ്പോഴും തളർച്ചയാണ്. ഇതുപോലെയാണ് ആത്മീയ രോഗം ബാധിച്ചവർ ആത്മീക മണ്ഡലത്തിൽ തകർച്ചയുള്ളവരായിരിക്കും, തളർച്ചയുള്ളവരായിരിക്കും. അവർക്കൊരിക്കലും ഒരു നന്മ പ്രാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരാവശ്യത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുവിൻ്റെ അടുത്ത് വന്നതെങ്കിൽ ആ മനോഭാവം മാറ്റിയിട്ട് നിങ്ങൾക്ക് യേശു എന്തു ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും അപ്പുറമായി എനിക്ക് യേശുവിന് എന്തു കൊടുക്കാമെന്നുള്ള ഒരു മനോഭാവത്തിലോട്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആ വഴിയൊന്ന് മാറിയാൽ ഈ ഉലകത്തിൽ നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ചരിത്രത്തിൽ ഉണ്ടാവത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് പറയുകയാണ്. സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ ലോകപരമായി എന്തെങ്കിലും നേടുവാൻ വേണ്ടി വരരുത്. എൻ്റെ ആ പ്രശ്നം മാറുവാൻ, ഈ പ്രശ്നം മാറുവാൻ, ഈ പ്രശ്നങ്ങളുടെ പട്ടിക പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് പിറുപിറുത്ത് ദൈവസന്നിധിയിൽ വന്നിരുന്നാൽ നിന്നെപ്പോലെ അരിഷ്ടനായ ഒരു മനുഷ്യനില്ല എന്ന് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ വിളിച്ചു പറയുകയാണ്. അങ്ങനെയെങ്കിൽ എപ്പോഴെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇന്ന് നമുക്കൊരു മനമാറ്റമുണ്ടാകണം. എൻ്റെ അത് സംഭവിക്കണം, എനിക്കത് കിട്ടണം, എനിക്കിത് കിട്ടണം എന്നുള്ളതിനേക്കാളും അപ്പുറമായി എനിക്ക് എൻ്റെ ദൈവത്തിന് എന്തു കൊടുക്കാൻ പറ്റും? ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് എനിക്ക് എന്താണ് കിട്ടുന്നത് എന്നതിനേക്കാളും അപ്പുറമായി എനിക്ക് ദൈവത്തിന് എന്തു കൊടുക്കാമെന്നുള്ള ഒരു ആത്മീക മണ്ഡലത്തിലോട്ട് നിങ്ങളൊന്ന് ചുവട് വെച്ച് കയറിയാൽ നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ഉണ്ടാവില്ലെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി എൻ്റെ ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. ഇങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടി വരുന്നവർക്കൊരു വലിയ പ്രശ്നമുണ്ട്. അവർ വന്ന് പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല, വീണ്ടും പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ പക്കലിൽ നിന്ന് ഒന്നും കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്കൊരു മടുപ്പുണ്ടാവും. സ്വാഭാവികമായി നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ചെറുകെ അകന്നു പോകും. സ്വാഭാവികമായി ചർച്ചിൽ വന്നാൽ ഹൃദയം കൊണ്ട് ആരാധിക്കാൻ ഒരു മനസ്സുണ്ടാവില്ല. കാരണം നിങ്ങളുടെ പ്രശ്നം ആരാധനയല്ല, നിങ്ങളുടെ പ്രശ്നം ആത്മാവിൻ്റെ ബലമല്ല, നിങ്ങളുടെ പ്രശ്നം എൻ്റെ കാര്യങ്ങൾ നടക്കണം, ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഈ പ്രശ്നവുമായിട്ട് കടന്നു വരുന്ന നിന്റെ വിഷയങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ആശ്രയിക്കുന്നത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടിയാണ്. അങ്ങനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ആത്മീക രോഗികളാണ്.